ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കോളർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മളന്ന് കോളർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചാൽ ആദ്യം നമ്മൾ നെക്ക് എടുത്തിട്ട് നെക്കിൻ്റെ ഈ പീസ് കറക്റ്റ് ഇതിനോട് ചേർത്തിട്ട് മടക്കിയിട്ട് ഈ തെല്ലിന് ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കിയിട്ട് ഈ തെല്ലിന് ഓരോ കാലിഞ്ചിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മടക്കി വെച്ചിട്ട് കാലിഞ്ചിൽ നമ്മളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ ഉള്ളത് മുമ്പ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഈ സെൻറ്റർ പോയിന്റിന് നേരെ ജസ്റ്റ് ഇവിടെ ഒരു സെൻറ്റർ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചൊരു പീസ് കൂടെ ഇരിപ്പുണ്ട് അതിൻ്റെ അടിഭാഗത്തിൽ തന്നെ. അത് നമ്മൾ ജസ്റ്റ് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കാം. ഇനി നമ്മളിതാ കോളറിൻ്റെ അടിയിൽ വെക്കാനുള്ള പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡിക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കോളർ വെച്ച് കൊടുക്കാം. ഇനി ഇവത്തെ ശ്രദ്ധിക്കേണ്ട, കോളർ അടിക്കുമ്പോഴേ ഈ കോളറിന്റെ തെല്ലിലൂടെ പോകരുത്. ഇത്ര ചാരിയിട്ട് അടിക്കും ചെയ്യരുത്, ക്യാൻവാസിന് മുകളിൽ കയറരുത്. ഒരു നൂലിന്റെ ഗ്യാപ്പ് ഇട്ടിട്ട് അപ്പുറത്ത് കൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോഴേ ആ കോളർ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ ഈ പോയിന്റിൽ എത്തുമ്പോൾ കണ്ടോ, ഒരു പോയിന്റ് പുറത്തോട്ട് കയറുന്നതിന് മുമ്പുള്ള പോയിന്റിൽ സൂചി നമ്മൾ കുത്തി നിർത്തുക. അതായത് ജസ്റ്റ് ഒരു പോയിന്റ് കൂടി പുറത്ത് ഇവിടെ നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് ഇനി ഇതിനകത്തൊരു നൂലിട്ട് കൊടുക്കണം. നൂല് രണ്ട് ഏഴായിട്ട് നൂലെടുത്തിട്ട് ഈ ഒരു കഷ്ണം നൂല് ഇതിനകത്തോടെ ഇട്ട് കൊടുക്കുക. അതാ ഇങ്ങനെ ഇട്ട് കയറ്റിയിട്ട് ആ സൂചിയിലിട്ട് വലിച്ചേറാൻ നിർത്തിയിട്ട് ചവിട്ട് താക്കിന് ശേഷം അടുത്ത ഒരു കുത്തും കൂടെ എടുത്ത് കുത്തി വെക്കുക. എന്നിട്ട് ആ നൂല് വീണ്ടും തിരിച്ച് ഈ രണ്ട് കോളറിൻ്റെയും ഇടയിലോട്ട് കൊടുത്തിട്ട് ഒന്ന് പിരിച്ച് അവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും പഴയ പോലെ തന്നെ സ്റ്റിച്ചിങ് ചെയ്യാം. ഈ പോയിന്റിലും നമ്മൾ അതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ നൂലിട്ട് കൊടുക്കുക. നമ്മൾ കോളർ മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് തിരിച്ചിട്ട് കറക്റ്റ് ഒരു നൂലപ്പുറത്ത് കൂടെ സ്റ്റിച്ച് ഈ സൈഡിലും ചെയ്തെടുക്കുക. നമ്മൾ ഈ എക്സ്ട്രാ ഉള്ള തുമ്പുകൾ വെട്ടിക്കളയാൻ പോകണം. അത് കട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കോളർ മറിക്കുന്ന ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സൈഡ് ഫോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ കൈ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ തുണി എടുത്ത് നേരെ മറിക്കുക. എന്നിട്ട് ഈ നൂല് പിടിച്ചൊന്ന് വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ പോയിന്റ് കിട്ടും. രണ്ട് സൈഡും അതേപോലെ തന്നെ ചെയ്യാം. അല്ല നല്ല പോയിന്റ് കറക്റ്റ് ആയിട്ട് വന്നില്ലേ? എന്നിട്ട് ആ നൂല് നമുക്ക് ഊരിടാം. ഇനി നമ്മൾ ഈ കോളറിന്റെ മുകളിലൂടെ ഒരു കാലിഞ്ചിൽ ഫുള്ളായിട്ട് സ്റ്റിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിതാ ഈ കാലിഞ്ചിൽ ഇവിടെ അടിക്കാണ്. കോളറിന്റെ മുകളിലൂടെയുള്ള സ്റ്റിച്ചിട്ടാണ്. ഇത് അടിക്കുമ്പോൾ നമ്മൾ ഉള്ളിലെ പീസില്ലേ, അടിയത്തെ പീസ് നല്ല വലിച്ച് കറക്റ്റായിട്ട് മുകളിലോട്ട് കയറാത്ത കോലത്തിൽ വലിച്ചു പിടിച്ചിട്ട് ഇനി ആ സ്റ്റിച്ച് നമ്മൾ നേരെ ഈ അടിയിലൂടെ തെല്ലിന് അടിച്ചെടുക്കുക. വീണ്ടും നമ്മൾ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യാണ് കോളറിന്റെ. നമ്മൾ കോളറിന്റെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്കിന്റെ അടിയിൽ വെക്കാനുള്ള തുണിയുടെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെടുത്തില്ല, കോളർ നേരെ കറക്റ്റ് ആ രണ്ടിൻ്റെയും സെൻറ്റർ പോയിന്റ് കറക്റ്റ് ആക്കി വെക്കുക. എന്നിട്ട് ആ നെക്കിന്റെ പീസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇനി കോളർ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ക്യാൻവാസ് ഒട്ടിച്ച ഭാഗം മുകളിലായിട്ട് വരുന്ന പോലെ തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് സെൻറ്റർ പോയിന്റ് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് നെക്കിന്റെ സെൻറ്റർ പോയിന്റ് കൂടെ അതിന് മുകളിലോട്ട് കയറ്റി കറക്റ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് ഈ മൂന്ന് പീസ് കൂടെ പിടിച്ചിട്ട് ഈ സെൻറ്ററിന്
ഈ സെന്ററിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യും. 2 സൈഡിലും സെന്ററിൽ തന്നെ അടിക്കരുത് കേട്ടോ. സെന്ററിൽ നിന്ന് അങ്ങനെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ ക്യാൻവാസിന്റെ മുകളിലോട്ട് കയറാതെ തെല്ലിന് അടിക്കാം. എക്സ്ട്രാ ഉള്ള സൈഡ് എക്സ്ട്രാ ഉള്ള തുമ്പ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് സെന്ററിൽ നിന്ന് തിരിച്ച് സെന്ററിൽ തന്നെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളൊരു സൈഡിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിഞ്ഞിട്ട് കോളറിന്റെ നെക്ക് 2 നെക്കും 2 അളവിലോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സെന്ററിൽ നിന്ന് തന്നെ അടിക്കുന്നത്. സെന്റർ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴും കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഇവിടെ അതേപോലെ അടിച്ചെടുത്തിട്ട് ഈ എക്സ്ട്രാ തുണിയുള്ളത് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ നേരത്തെ കോളർ മറിച്ച പോലെ തന്നെ ഇത് ഈ മൂല അങ്ങനെ മടക്കി പിടിച്ചിട്ട് ജസ്റ്റ് മറിച്ചു കൊടുക്കുക. പോയിന്റ് തന്നെ കിട്ടും, ചെറിയ പീസ് ആയതുകൊണ്ട് അപ്പം തന്നെ കിട്ടും പോയിന്റ്. നമ്മളെ കോളർ അടിച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഒരു സ്റ്റിച്ച് കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് നാളെ കോളർ ബോഡിയിൽ അറ്റാച്ച് ചെയ്യുന്ന വിധം നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇതിന്റെ മുകളിൽ ഈ ഒരു 1/4 ഇഞ്ച് വീതിക്ക് ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് ഇപ്പുറത്തുനിന്ന് ഒരു 1/4 ഇഞ്ച് വീതിക്ക് കെട്ടിട്ടിട്ട് ഇവിടം വരെ അടിച്ചു നിർത്തണം. ജസ്റ്റ് കൂടി നോക്കാം നമുക്ക്. കെട്ടിട്ടിട്ട് മൂലൊക്കെ കട്ടൊക്കെ ഒഴിവാക്കി നല്ല വൃത്തിയിലാക്കി എടുക്കാം. പിന്നെ നമ്മളിവിടെ ഒരു 1/4 ഇഞ്ചും പോയിന്റും തുമ്പിട്ടിട്ട് നമ്മൾ ഈ കോളറിന്റെ അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അടിയിലെ എക്സ്ട്രാ പീസ് ഇതിന്റെ കറക്റ്റ് സെന്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നെക്കെല്ലാം കറക്റ്റ് ഷാർപ്പ്, കറക്റ്റ് അളവ്, സെന്റർ പോയിന്റ് നമ്മൾ നേരത്തെ ഒക്കെ എല്ലായിടത്തും മാർക്ക് ചെയ്ത പോലെ തന്നെ ഒരു വെട്ടിട്ട് കൊടുക്കുക. ബോഡിയിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ നിർബന്ധമാണ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ ബൈ.